നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ അതിന്റെ രണ്ടാമത്തെ സംരംഭം ഉള്ള എല്ലാവരും ആശംസകളും കയറി കണ്ടു. എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെട്ടു. ഇനിയും അടുത്ത ലൊക്കേഷനിൽ പുതിയ ഷോറൂം തുറക്കട്ടെ. അന്ന് മന്തി കഴിക്കാനില്ലേ? മന്തിയല്ല, അതൊക്കെ പിന്നീട് വേണം പറയാം. ആദ്യം അതിനെ കൊണ്ട് കുറയ്ക്കണം. ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. അല്ല, നീ കയറി ഇറങ്ങിയെന്ന് പറഞ്ഞു. അതിന് സത്യാവസ്ഥ പറയണം. നീ കയറിയാ ഇറങ്ങും. ഇറങ്ങിയാ കയറും. എവിടെയാണെങ്കിലും ഇന്റീരിയർ മോഡലിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം ഇന്റീരിയർ വളർച്ച എനിക്ക് മറ്റേ ഇതിന്റെ കാലം അവന്റെ വന്ന ഗ്രോത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആദ്യം സബീർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബിൽഡർക്ക് പേരിടണം, ഇന്റോഗ്രേസ് പേര് വേണം, എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സജഷൻ പറഞ്ഞു, അത് നിന്റെ ബ്രാൻഡിന് ഇത് ചെയ്താൽ മതി, വേറൊരു പേരിലോട്ട് പോണ്ട. അത് അന്നതിന്റെ പേരിന്റെ മറ്റേ ഇത് എടുക്കുന്ന സമയം എന്തോ ആണോ ഞാൻ അതിപ്പോ ഓർക്കുന്നു. അതൊക്കെ ആ സമയത്ത് പല ജേണികളിലൂടെയും പല ഡിസ്കഷനിലൂടെയൊക്കെ ആണല്ലോ ഒരു സ്റ്റാർട്ടപ്പ് ഫോം ചെയ്ത് പല പല സ്റ്റേജുകളിലൂടെ അങ്ങനെയൊക്കെയുള്ള ഡിസ്കഷനിലൊക്കെ എന്നെ ഉൾപ്പെടുത്തി. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ നമ്മളെയൊക്കെ സജഷൻ ചോദിക്കണമെന്നൊക്കെ ചോദിച്ചത്. കാരണം നമ്മളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവില്ല. ചിലപ്പം ഞാൻ ലോക്കൽ ചോദിക്കും, ലോക്കൽ സ്റ്റാർട്ടിങ് ആണ്, പക്ഷെ നമ്മൾ ചിന്തിക്കാത്ത ചിലപ്പം യങ് ബ്ലഡിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത പല പോയിന്റ്സും ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഡിസ്കഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കാത്ത പല പല കാര്യങ്ങൾ, പിന്നെ പല പല ആളുകളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, ഇൻസൈറ്റ്സ്, അതൊക്കെ നമുക്ക് നമ്മുടെ ആളത്തിന് സ്പാർക്ക് കിട്ടിയാൽ മതിയല്ലോ. ചിലപ്പോ അത് വെച്ചിട്ട് അല്ലേ നല്ലൊരു ബിസിനസ് വരാനുള്ള സാധ്യത. അത് നോക്ക്, ഷബീർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ആൾക്കാരൊക്കെ അമേരിക്കൻ കമ്പനി HP പ്രിന്റർ ഇവിടെ തള്ളിയിട്ട ആൾക്കാരാണ്. അമൽ രണ്ട് റിവ്യൂ പറയാനായിട്ട്. അതായത് ബിൽഡപ്പ് ഇന്ത്യൻ മോഡൽ വന്നപ്പോഴത്തേക്ക് ബിൽഡപ്പിന്റെ ഇന്ത്യൻ മോഡലിലേക്ക് ഇത്രയോളം ബ്രോസ് വന്ന സമയത്ത് അവരുടെ റിവ്യൂ ചോദിക്കുകയാണ് എന്താണ് ചിലർ പൈസ ആയി കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ളവരടുത്തൊക്കെ വന്ന് ഇടപഴകാനും സംസാരിക്കാനൊക്കെ ഒരു ഇത് കാണിക്കും, ഡിസ്റ്റൻസ് കീപ്പിംഗ്. സാധാരണക്കാരായ നമ്മളെ അടുത്തൊരു ഡിസ്റ്റൻസ് കീപ്പിംഗ്. പക്ഷെ സബീർ അങ്ങനെയൊന്നും ചെയ്യാതെ ചായയോടി കൂടെ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളെല്ലാം ഓരോ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ചാനലിനായിട്ട് റിവ്യൂ പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ഇടപഴകുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ സൗമ്യമായിട്ട് മറ്റേ എനിക്ക് സബീറാക്കതിന്റെ വളർച്ച ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മ പറഞ്ഞത് അതിന്റെ ഒരു പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു ദൂരദർശനത്തിൽ, ഏഷ്യാനെറ്റിലെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ആദ്യം സൈക്കിളിൽ ഒരു പണിക്കാരൻ വന്നിട്ട് സൈക്കിളിൽ വന്ന് അതിന് മുന്നേ ബിസിനസിലെ ചോടുവെപ്പ് അതായിരിക്കും തോന്നുന്നു. മറ്റേ നാനോ ടെക്നോളജി ആദം പോലെയുള്ള സാധനത്തിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റ്. അതിൽ വന്ന് സബീർ മാക്സിമം അന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അന്ന് നമ്മള് സബീർ ഇത്രയും ഇതാവുമെന്നുള്ളതൊന്നുമില്ല. സബീറിന്റെ ഇതിൽ നിന്നിട്ട് കൺവിൻസ് ചെയ്യിക്കാൻ സെയിൽസ് പരമായിട്ടുള്ള ആ സ്കില്ല് അവ മാക്സിമം അന്ന് എഫർട്ട് എടുത്തു. എന്നിട്ട് ലാസ്റ്റ് ആ സെയിൽസിന്റെ മാക്സിമം പറഞ്ഞിട്ട് പോവാൻ നേരത്തെ പോയി പറഞ്ഞ ഒരു ഡയലോഗ് കൂടെ അതുകൂടെ അത് നിങ്ങൾ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് എത്രത്തോളം ഇതല്ല. പോവാൻ നേരത്ത് ചായ കുടിക്കാൻ 50 രൂപയെങ്കിലും താഴെ ഇന്ന് ആ പറഞ്ഞെടുത്തത് നമ്മളെ വിളിച്ച് ഇന്ന് നമുക്ക് അല്ല ഇന്ന് നമ്മളെ വിളിച്ചു, നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വരിക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പക്ഷെ അവ അറിഞ്ഞുകൊണ്ട് അവന്റെ സ്റ്റാഫ് തന്നെ നിങ്ങൾ പെട്ടെന്ന് പോകും, സബീർ അവിടെ ഉണ്ട്, അവന്റെ സ്റ്റാഫ് തന്നെ അങ്ങനെ വരെ സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫ് വരെ ഉണ്ടെന്നുള്ളതാണ്.
വന്ന് കയറണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് സബീർ അവിടെ ഉണ്ട് പെട്ടെന്ന് അവിടെ ചെന്ന് തുടങ്ങി നമ്മളെ കണ്ടോടങ്ങി. സാധാരണ നിങ്ങൾ അവിടെ ഇരിക്കുന്നൊക്കെ പറയല്ല, നമ്മളെ കൂടെ എണീച്ച് വന്ന് ഇവിടെ ഉള്ള വേറെ ഡയറക്ടർ, വേറെ കമ്പനിയുടെ ഡയറക്ടറൊന്നല്ല, അവരെയൊക്കെ കൊണ്ടൊന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്തി. നമ്മളെ എന്റെ ഫ്രണ്ട്സാണ്, നാട്ടിലുള്ള ഫ്രണ്ട്സാണ്, ഇവരെ കൂടെയാണ് ഞാൻ ട്രിപ്പിലൊക്കെ പോകുന്നത്. അവന് ജെന്യൂനായിട്ട് പറയാൻ നമ്മളെ അതിന് നമ്മള് എല്ലാവരും ആ സബീറിന്റെ വലിയ മനസ്സിനെ നമ്മള് കഴിഞ്ഞില്ല ഇതുവരെ ഇല്ലേ? ഒരു മിനിറ്റ് റൂം ഫിറ്റ് ചെയ്തിട്ട് ഒരു രണ്ടാമത്തെ വർഷം വരുമ്പോൾ സൈക്കിളാണെന്നുള്ളത്, പിന്നീട് ബൈക്കിൽ വരും. അത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ആൾ വന്നിട്ട് ബൈക്ക് മാറ്റുന്നതിന് ചെറിയ കാർ വരും. പിന്നെ ഒന്നിന് പിന്നെ ഫസ്റ്റ് പാഷൻ പിന്നെ അതേ ഓൾട്ടോ ഓൾട്ടോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പാഷനാണ്. പാഷനില് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എസ്എന്റെ അവിടെ നിന്ന് വായ നോക്കിക്കൊണ്ട് പിന്നെ ഓൾട്ടോ കാറിലേക്ക് മാറി. പിന്നെ സ്വിഫ്റ്റ് ഡിസൈർ ഒരു 2 വർഷം തന്നെ ഓൾട്ടോ കാർ നന്നായിട്ട് പോയി. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ആ സമയത്ത് പാസ്പോർട്ട് ആ സമയത്താണ് കല്യാണത്തിലേക്ക് വന്നു. പിന്നെ സണ്ണിലേക്ക് കയറി. സണ്ണിയും കമ്പൈൻഡ് ആയിട്ട് കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ പോസ്റ്ററിലേക്ക് വന്നു. പിന്നെ സണ്ണി മാറിയപ്പോ പോസ്റ്ററാണ്. സണ്ണി ഉള്ളപ്പോ തന്നെ പോസ്റ്റർ ഫോർച്യൂണർ ഈ ഇപ്പോഴത്തെ യൂസ് ചെയ്യുന്ന ഫോർച്യൂണർ 101. പിന്നെ സണ്ണി മാറിയിട്ട് എക്കോസ് റോഡ് പോർച്ചുണ്ട്. അങ്ങനെ കുറച്ച് പോവാണ്. അല്ല സ്റ്റഡി സ്റ്റോറില് അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ വെഞ്ചേഴ്സ് പക്ഷെ പിന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട്സ് നെറ്റ്വർക്ക് ശരിക്കും കിട്ടുന്നത് വളരെ കുറവാണ്. കുറെ സമയത്ത് നമുക്ക് പിന്നെ ആ ഒരു സർക്കിൾ വളരെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഓട്ടോമേഷനിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുമ്പോൾ കുറെ ഡിസ്ട്രാക്ഷൻ. പിന്നെ ഇപ്പൊ കം ബാക്ക് ടു നമ്മുടെ ആ ഒരു ഫ്രണ്ട്സിനെ വീണ്ടും റീകണക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഷബീർ അത് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയാ ബ്രെയിൻവോറിന്റെ പ്രോഗ്രാം ഭയങ്കര ബോണ്ടിങ് ആയി. കാരണം കുറച്ചുകൂടി നന്നായിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റിയ പഴയ നൊസ്റ്റാൾജിയ ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നമ്മൾ പണ്ട് കാണുന്ന നിങ്ങൾ കുറെ ടീമുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങൾക്ക് ശേഷമുള്ള ടീമാണല്ലോ ഞങ്ങൾ. നിങ്ങൾ പള്ളിയിൽ കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ സമയം എല്ലാവരും ഗൾഫിൽ മറ്റേ പല സൈഡിലോട്ടാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാധനം റീസെറ്റ് എടുക്കണം നോക്കും. അടിപൊളിയാണ് അതേ പറഞ്ഞത്. നമ്മുടെ സൈഡിൽ ഞങ്ങൾക്കൊന്നില്ല, ടീമില്ലായിരുന്നു. അപ്പൊ നിങ്ങളാ വീണ്ടും കുറെ 4 ലക്ഷം വീണ്ടും സെറ്റ് ചെയ്യണമൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ് സാധനം. ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വൈരാഗ്യോ അല്ലെങ്കിൽ മനസ്സിലാക്കിയത് എല്ലാ സമയത്തും കാണുന്ന കറക്റ്റാകുന്ന വേറെ സംഭവങ്ങളൊന്നുമില്ല. എസ്പെഷ്യലി ഷബീർ ആണെങ്കിലും അതൊരു വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അത്തരം വിഷയങ്ങള്. കാരണം ഒരു ഗ്രൂപ്പിൽ വർത്തമാനമുള്ളത് പല ക്യാരക്ടറും പല സിറ്റുവേഷനിലുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വരാൻ പറ്റാത്തതും പ്രതികരിക്കാൻ പറ്റാത്തതും പല കാരണവും ഉണ്ടായിരിക്കും. ചിലർക്ക് വരാൻ പറ്റുന്ന ഭാഗ്യം ഉണ്ടാവും, ചിലർക്ക് പ്രതികരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് കൊണ്ടുവന്നൊരു ഷബീർ നല്ല അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മഹത് വ്യക്തിത്വത്തെ ഞാനിവിടെ കാണിക്കുകയാണ്. എന്റെ കമ്പനിയാണ്, എന്റെ ഗ്രൂപ്പിന്റെ പ്രൊമോഷൻ. ആ ഒരു യാത്ര വലിയൊരു അല്ല അതിന് മുന്നേ നമ്മൾ 2010 നെയ്യാണ്ടാവില്ല, അതിന്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പ് പിന്നെ നാട്ടിൽ നല്ലൊരു സൂപ്പറെ കൊണ്ട് വലിയൊരു അല്ല ഞാൻ എന്റെ ചാറ്റ് കാണിച്ചല്ലോ. ഞാൻ മറ്റേ ഒരു നമ്മൾ രാത്രി ഇങ്ങനെ പോയ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ രാത്രി ചില സ്റ്റാറ്റ്സ് കഴിഞ്ഞ ആഴ്ച ഇട്ടപ്പോ എന്റെ കോളേജിലുള്ള ഫ്രണ്ട്സ് എന്നെ കണ്ടിട്ടുണ്ട്, ലക്കി മാനും കിട്ടും. അപ്പൊ അവരൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൂടെ ആളില്ല. ഇതിപ്പോ കാണാണ്ടല്ലോ, പിന്നെ ആ